ഹലോ എവരിവൺ. പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിസസിനെ കുറിച്ചുള്ള 11ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ മിനിമം പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് കണ്ടത്. AX=B എന്നുള്ള സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള മിനിമൈസേഷൻ പ്രോബ്ലം ഏതാണ് എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ കണ്ടു. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് AX=λXന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമൈസേഷൻ പ്രോബ്ലം ഏതാണ് എന്നാണ്. The function to minimize cannot be a quadratic or its derivative would be linear. അപ്പം നമുക്ക് AX=λXന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമൈസേഷൻ ഫംഗ്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഫംഗ്ഷൻ ഒരു ക്വാഡ്രാറ്റിക് ആകാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. പക്ഷേ നമ്മളുടെ AX=λX നോൺ ലീനിയർ ആണ്. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എടുക്കാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് R(x)=X⁴AX/X⁴X ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ മിനിമൈസേഷൻ പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് AX=λXൻ്റെ സൊല്യൂഷൻ, അതായത് നമ്മുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും, ഐഗൺ വെക്ടേഴ്സും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറാണ് റെയ്ലിഗ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. The minimum value of the Rayleigh quotient is the smallest eigenvalue λ1. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ റെയ്ലിഗ് കോഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും, മിനിമം വാല്യൂ ഓഫ് ദ റെയ്ലിഗ് കോഷ്യൻ്റ് ഇസ് ദ സ്മോളസ്റ്റ് eigenvalue λ1. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ λ1. ആ മിനിമം വാല്യൂ അച്ചീവ് ചെയ്യുന്ന ആ പോയിൻ്റ്, ഏത് പോയിന്റിലാണ് നമുക്ക് ഈ λ1 എന്നുള്ള മിനിമം വാല്യൂ അച്ചീവ് ചെയ്യുന്നത്, ആ പോയിന്റ് ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് ഐഗൺ വെക്ടർ x1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഐഗൺ വാല്യൂവും ഐഗൺ വെക്ടറും ഫസ്റ്റ് ഐഗൺ വാല്യൂവും ഐഗൺ വെക്ടറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റെയ്ലിഗ് കോഷ്യൻറ്റിനെ മിനിമൈസ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ RX1ലാണ് നമ്മുടെ മിനിമം കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ x1 ട്രാൻസ്പോസ് AX1/x1 ട്രാൻസ്പോസ് ഇൻറ്റു x. AX1 എന്ന് പറയുന്നത് λ1x1 ആണ്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് λ1 എന്ന് കിട്ടുന്ന λ1 ആണ് നമ്മുടെ റെയ്ലിഗ് കോഷ്യൻറ്റിൻ്റെ മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ x1 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും നമുക്ക് നമ്മുടെ മിനിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്. If we keep x transpose AX is equal to 1, then Rx is minimum when x transpose x equal to norm x square is as large as possible. അപ്പോൾ നമ്മൾ നമ്മുടെ ന്യൂമറേറ്ററിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാണ്. x transpose AX equal to 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പരാബോളോയിഡാണ് കിട്ടുന്നത്. നമ്മൾ x transpose AX is equal to 1 എന്ന് കീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മിനിമം കിട്ടുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ ഏറ്റവും ലാർജ് ആകുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ മിനിമം കിട്ടുന്നത്. അതാ പറയുന്നത് Rx is minimum when x transpose x is as large as possible. അപ്പോൾ എത്ര ലാർജ് ആകാവോ അത്രയും ലാർജ് ആകുമ്പോഴായിരിക്കും നമുക്ക് Rxന് മിനിമം കിട്ടുന്നത്. അതായത് വി ആർ ലുക്കിംഗ് ഫോർ ദ പോയിന്റ് ഓൺ ദ എലിപ്സോയിഡ് x transpose x equal to 1 farthest from the origin. അപ്പം നമ്മൾ പരാബ്ലോയിഡ് അല്ല, എലിപ്സോയിഡ് ആയിരുന്നു നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ എലിപ്സോയിഡിൻ്റെ അകത്ത് ഏറ്റവും ദൂരെയുള്ള പോയിന്റ് ഏതാണോ ആ പോയിന്റിലായിരിക്കും നമുക്ക് നമ്മുടെ Rxൻ്റെ മിനിമം കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ വെക്ടർ x ഓഫ് ഗ്രേറ്റസ്റ്റ് ലെങ്ത്. വി നോ ദാറ്റ് ദ ലോങ്ങസ്റ്റ് ആക്സിസ് ഓഫ് ദ എലിപ്സോയിഡ് പോയിന്റ് അലോങ് ദ ഫസ്റ്റ് ഐഗൺ വെക്ടർ. നമ്മൾ ഓൾറെഡി എലിപ്സോയിഡിനെ കുറിച്ചുള്ള നമ്മുടെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ കണ്ടതാണ്. നമുക്ക് ലോങ്ങസ്റ്റ് ഐഗൺ വാല്യൂവിൻ്റെ ഡയറക്ഷനിൽ കിടക്കുന്ന ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്മോളസ്റ്റ് ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആയിരിക്കും ആ ലോങ്ങസ്റ്റ് ആക്സിസിൽ കിടക്കുന്നത്. നമ്മുടെ മേജർ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്മോളസ്റ്റ് ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ. അതാണ് നമ്മൾ സ്മോളസ്റ്റ് ഐഗൺ വാല്യൂവിനെയാണ് നമ്മൾ λ1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ x1 ആയിരിക്കും നമ്മളുടെ മേജർ ആക്സിസിൽ കിടക്കുന്നത്. മേജർ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ലെങ്ത് കൂടിയ ആക്സിസ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ഫാർദസ്റ്റ് ഫ്രം ദ ഒറിജിൻ. ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ x1 ആയിരിക്കും. അതായത് നമ്മുടെ മിനിമം ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആയിരിക്കും നമ്മുടെ ഒറിജിനിൽ നിന്ന് ഫാർദസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. വി ക്യാൻ ഡയഗണലൈസ് ദ സിമ്മട്രിക് എ ബൈ ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. നമുക്ക് എന് ഓർത്തോഗണൽ മെട്രിക്സ് വെച്ചിട്ട് ഡയഗണലൈസ് ചെയ്യായിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് A is equal to Q lambda Q transpose എന്നായിരുന്നു നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് Q transpose AQ is equal to lambda എന്ന് എഴുതാം. നമ്മളിനി എക്സിനെ QY എന്നുള്ള രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ചേഞ്ച് ഓഫ് വേരിയബിൾ ആണ്. ഇത് നമ്മൾ ആക്സിസ് നമ്മളുടെ വേറെ ഡയറക്ഷനിൽ കിടക്കുന്ന കോർഡിനേറ്റ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ അല്ലാതെ കിടക്കുന്ന നമ്മുടെ മേജർ ആക്സിസിനെയും മൈനർ ആക്സിസിനെയും കോർഡിനേറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ
സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫംഗ്ഷൻ കൂടുതൽ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ RXൻ്റെ അകത്ത് എക്സിന് QY എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് QY ട്രാൻസ്പോസ് AQY ഡിവൈഡഡ് ബൈ QY ട്രാൻസ്പോസ് QY എന്ന് കിട്ടും. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ QY ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ Y ട്രാൻസ്പോസ് Q ട്രാൻസ്പോസ് AQY എന്ന് കിട്ടും. അപ്പം Q ട്രാൻസ്പോസ് AQ എന്ന് നമ്മൾ ക്യാപിറ്റൽ ലാംഡ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് Y ട്രാൻസ്പോസ് ലാംഡ Y ബൈ Y ട്രാൻസ്പോസ് Y എന്ന് കിട്ടും. കാരണം Q ട്രാൻസ്പോസ് ഇൻറ്റു Q ഐഡൻറ്റിറ്റി ആണ് നമുക്കറിയാം. Q ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് അപ്പം നമുക്ക് ഈ രീതിയിലേക്ക് ഇതിനെ സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് λ1 y1 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് λn yn സ്ക്വയർ ഡിവൈഡഡ് ബൈ λ1 സ്ക്വയർ എക്സെട്ര yn സ്ക്വയർ. ഈ ഫോമിലായിരിക്കും നമ്മളുടെ ചേഞ്ച് ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ള നമ്മളുടെ റെയ്ലി കോഷ്യൻ്റ് ഈ ഫോമിലായിരിക്കും ഉള്ളത്. ദ മിനിമം ഓഫ് R ഈസ് അറ്റ് λ1. നമുക്ക് λ1ലാണ് മിനിമം കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുന്ന പോയിന്റ് y1 ഈസ് ഈക്വൽ ടു 1, y2 ഈസ് ഈക്വൽ ടു എക്സെട്ര ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലായിരിക്കും നമുക്ക് നമ്മുടെ മിനിമം പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ വേറെ ഏത് പോയിന്റ് നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് λ1 ഇൻറ്റു y1 സ്ക്വയർ y2 സ്ക്വയർ എക്സെട്ര പ്ലസ് yn സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് λn yn സ്ക്വയർ. കാരണം നമ്മുടെ λ1 ആണ് നമ്മളുടെ മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ λ1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ1, λ1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ2 എക്സെട്ര λ1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു λn. കാരണം നമ്മുടെ λ1 ആണ് മിനിമം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ഫോമിൽ നമ്മുടെ ഇക്വേഷൻ കിട്ടും. ദ റെയ്ലി കോഷ്യൻ്റ് ഇൻ ഇക്വേഷൻ 1 ഈസ് നെവർ ബിലോ λ1. അപ്പോൾ നമ്മുടെ റെയ്ലി കോഷ്യൻ്റ് എപ്പോഴും λ1നേക്കാളും വലുതുമായിരിക്കും. അതേസമയം λn ചെറുതുമായിരിക്കും. λn എന്ന് പറയുന്നത് നമ്മുടെ ലാർജസ്റ്റ് ഐഗൺ വാല്യൂ. അപ്പോൾ നമ്മുടെ റെയ്ലി കോഷ്യൻ്റ് λ1ൻ്റെയും λn-ൻ്റെയും ഇടയിലായിരിക്കും എപ്പോഴും കിടക്കുന്നത്. ഇറ്റ്സ് മിനിമം ഈസ് അറ്റ് ദ ഐഗൺ വെക്ടർ x1 ആൻഡ് മാക്സിമം ഈസ് അറ്റ് xn. xnലാണ് നമുക്ക് മാക്സിമം കിട്ടുന്നതെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ RXn നേരത്തെ RX1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ RX1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് λn കിട്ടും. λn നമ്മുടെ ലാർജസ്റ്റ് ഐഗൺ വാല്യൂ. അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നത് xnലായിരിക്കും. അതായത് ലാർജസ്റ്റ് ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറിലായിരിക്കും നമുക്ക് നമ്മുടെ മാക്സിമം കിട്ടുന്നത്. The Rayleigh quotient equals A11 when the trial vector is x is equal to 1, 0, 0, etc. 0. അപ്പം നമ്മൾ നമ്മുടെ എക്സ് ആയിട്ട് 1, 0, 0, എക്സെട്ര 0നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ട്രാൻസ്പോസ് AX എന്ന് പറയുന്നത് A11 കിട്ടും. എക്സ് ട്രാൻസ്പോസ് X എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ റെയ്ലി കോഷ്യൻ്റ് എന്ന് പറയുന്നത് A11 ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ റെയ്ലി കോഷ്യൻ്റ് λ1നേക്കാളും വലുതുമായിരിക്കും, λn-നേക്കാളും ചെറുതുമായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ A11 λ1നേക്കാളും വലുതുമായിരിക്കും, λn-നേക്കാളും ചെറുതായിരിക്കും. λ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λn എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മെയിൻ ഡയഗണലിലുള്ള ആദ്യത്തെ എലമെന്റ് A11 ഉള്ളത്. ഇൻ ദ ഫിഗർ വി ക്യാൻ സീ ദാറ്റ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇൻ ദ എലിപ്സ് ഈസ് ബിറ്റ്വീൻ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ്. നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ മൈനർ ആക്സിസ്, ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മേജർ ആക്സിസ്. അപ്പം നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിലുള്ള ലെങ്ത് ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ എഴുതാനായിട്ടും പറ്റും. ദ ഡയഗണൽ എൻട്രീസ് ഓഫ് എനി സിമെട്രിക് മെട്രിക്സ് ഈസ് ബിറ്റ്വീൻ λ1 ആൻഡ് λn എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളിപ്പം x ഈക്വൽ ടു 1, 0, 0 എടുത്തപ്പോഴാണ് നമുക്ക് λ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λn എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളിനി x ഈക്വൽ ടു 0, 1, 0, 0, എക്സെട്ര എടുക്കുകയാണെങ്കിൽ നമുക്ക് λ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A22 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λn എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ x മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാ ഡയഗണൽ എൻട്രീസും λ1ൻ്റെയും λn-ൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മളുടെ സ്മോളസ്റ്റ് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെയ്ലി കോഷ്യൻ്റിൻ്റെ മിനിമം കണ്ടുപിടിച്ചാൽ മതിയെന്നും ഫാർദസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെയ്ലി കോഷ്യൻ്റിൻ്റെ മാക്സിമം കണ്ടുപിടിച്ചാൽ മതിയെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഇൻ്റർമീഡിയറ്റ് ഉള്ള ഐഗൺ വാല്യൂസും അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പ്രോബ്ലം. ദി ഇൻ്റർമീഡിയറ്റ് ഐഗൺ വെക്ടേഴ്സ് x2, x3, എക്സെട്ര xn-1 ആർ സാഡിൽ പോയിൻറ്റ്സ് ഓഫ് ദ റെയ്ലി കോഷ്യൻ്റ്. സീറോ ഡെറിവേറ്റീവ് ആണ്, പക്ഷേ മിനിമവും അല്ല മാക്സിമവും അല്ല. നമുക്ക് x1 എന്ന് പറയുന്ന ഐഗൺ വെക്ടറിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ മിനിമം കിട്ടുന്നത്, xnലായിരിക്കും നമ്മുടെ മാക്സിമം കിട്ടുന്നത്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റിൽ നമുക്ക് സീറോ ഡെറിവേറ്റീവ് കിട്ടും, പക്ഷേ മിനിമവും ആയിരിക്കില്ല മാക്സിമം ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ സാഡിൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. The difficulty with the saddle point is that we don't know whether Rx is above or below them. അപ്പോൾ നമുക്ക് നമ്മുടെ റെയ്ലി കോഷ്യൻ്റ് ഈ
സാഡിൽ പോയിൻറ്റ്സിൻ്റെക്കാളും വലുതാണെന്നോ ചെറുതാണെന്നോ നമുക്ക് പറയാനായിട്ടും പറ്റത്തില്ല. ദാറ്റ് മേക്സ് ദ ഇൻ്റർമീഡിയറ്റ് ഐഗൺ വാല്യൂസ് ഹാർഡർ ടു എസ്റ്റിമേറ്റ്. അപ്പം നമുക്ക് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഐഗൺ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടും അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൺസ്ട്രെയിൻഡ് പ്രോബ്ലം കൺസിഡർ ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന് പകരം നമ്മളൊരു കൺസ്ട്രെയിൻഡ് പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നു. ദ കൺസ്ട്രെയിൻറ്റ് കം ഫ്രം ദ ബേസിക് പ്രോപ്പർട്ടി ഓഫ് സിമെട്രിക് മെട്രിക്സ്. നമ്മുടെ സിമെട്രിക് മെട്രിക്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റിനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വെക്ടേഴ്സ് എല്ലാം ഓർത്തോഗണൽ ആയിരിക്കും എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമ്മൾ കൺസ്ട്രെയിൻ ഉണ്ടാക്കുന്നത്. അതായത് എക്സ് ജെ ഈസ് പെർപെൻഡിക്കുലർ ടു ദ അതർ ഐഗൺ വെക്ടേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന തിയറം ദ മിനിമം ഓഫ് ആർ എക്സ് സബ്ജക്റ്റ് ടു എക്സ് ട്രാൻസ്പോസ് x1 ഈസ് ഈക്വൽ ടു 0 ഈസ് λ2. അപ്പം നമ്മൾ ആർ എക്സിൻ്റെ മിനിമം സബ്ജക്റ്റ് ടു ദിസ് കൺസ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് λ2 കിട്ടും. ദ മിനിമം ഓഫ് ആർ എക്സ് സബ്ജക്റ്റ് ടു എനി അതർ കൺസ്ട്രെയിൻ ഈസ് നോട്ട് എബവ് λ2. അപ്പം നമ്മൾ വേറെ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമ്മൾ ആർ എക്സിൻ്റെ മിനിമം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് അതെല്ലാം λ2വിനേക്കാളും ചെറുതാണെന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതായത് നമുക്ക് കിട്ടുന്നത് λ2 ഈസ് ഈക്വൽ ടു മിനിമം ഓവർ എക്സ് ട്രാൻസ്പോസ് x1 ഈസ് ഈക്വൽ ടു 0 ആർ എക്സ് എന്നും കിട്ടും. λ2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എക്സ് ട്രാൻസ്പോസ് വി ഈസ് ഈക്വൽ ടു 0 ആർ എക്സ് എന്നും നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ λ2 കണ്ടുപിടിക്കാനായിട്ടുള്ള രീതി ഇതാണ്. നമ്മൾ ഈ രീതിയെ മാക്സിമം പ്രിൻസിപ്പിൾ എന്ന് വിളിക്കും. λ2 ഈസ് ദ മാക്സിമം ഓവർ ഓൾ വി ഓഫ് ദ മിനിമം ഓഫ് ആർ എക്സ് വിത്ത് എക്സ് ട്രാൻസ്പോസ് വി ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മുടെ എക്സ് ട്രാൻസ്പോസ് വി ഈസ് ഈക്വൽ ടു 0 കിട്ടുന്ന രീതിയിലുള്ള ആ എക്സുകളുടെ ഓവറിൽ നമ്മൾ ആർ എക്സിൻ്റെ മിനിമം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം എടുക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് നമ്മുടെ λ2 കിട്ടുന്നത്. അതാണ് നമ്മൾ മാക്സിമം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഓഫേഴ്സ് എ വേസ് ടു എസ്റ്റിമേറ്റ് λ2 വിത്തൗട്ട് നോയിങ് λ1. അപ്പം നമുക്ക് λ1 അറിയാണ്ട് തന്നെ നമുക്ക് λ2 കണ്ടുപിടിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഡിലീറ്റ് ദ ലാസ്റ്റ് റോ ആൻഡ് കോളം ഓഫ് എനി സിമെട്രിക് മെട്രിക്സ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐഗൺ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 2 - √2 2 2 + √2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്മോളസ്റ്റ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 2 - √2, ഇൻ്റർമീഡിയറ്റ് ഐഗൺ വാല്യൂ 2, ലാർജസ്റ്റ് ഐഗൺ വാല്യൂ 2 + √2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് റോയും കോളവും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. ബിയുടെ ഐഗൺ വാല്യൂസ് 1 ഉം 3 ഉം. ദ സെക്കൻഡ് ഐഗൺ വാല്യൂ 2 is above the lowest eigen value λ1 b is equal to 1. അപ്പോൾ നമ്മുടെ എയുടെ രണ്ടാമത്തെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ ഏറ്റവും ചെറിയ ഐഗൺ വാല്യൂവിനേക്കാളും വലുതാണ്. ദ ലോവസ്റ്റ് ഐഗൺ വാല്യൂ λ1 of a is below λ1 of b. എയുടെ സ്മോളസ്റ്റ് ഐഗൺ വാല്യൂ ബിയുടെ സ്മോളസ്റ്റ് ഐഗൺ വാല്യൂവിനേക്കാളും കുഞ്ഞാണ്. അപ്പം നമ്മുടെ ബിയുടെ ഒന്നാമത്തെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എയുടെ ഒന്നാമത്തെ ഐഗൺ വാല്യൂവിനേക്കാളും വലുതുമാണ്, എയുടെ രണ്ടാമത്തെ ഐഗൺ വാല്യൂവിനേക്കാളും ചെറുതുമാണ്. അപ്പം നമ്മുടെ ബി ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. അതാണ് നമ്മൾ ഇൻ്റർട്വൈനിങ് എന്ന് പറയുന്നത്. ദിസ് എക്സാമ്പിൾ ചൂസ് വി ഈസ് ഈക്വൽ ടു 0 0 1. സോ ദ കൺസ്ട്രെയിൻറ്റ് എക്സ് ട്രാൻസ്പോസ് വി ഈസ് ഈക്വൽ ടു 0 നോക്ക്ഡ് ഔട്ട് ദ തേർഡ് കമ്പോണൻറ്റ് ഓഫ് എക്സ്. നമ്മളിവിടെ വി ആയിട്ട് 0 0 1 ആണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ തേർഡ് റോയിനെയും കോളത്തിനെയും നമുക്ക് ഈ എക്സ് ട്രാൻസ്പോസ് വി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോം വെച്ചിട്ട് തേർഡ് റോയിനെയും കോളത്തിനും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മൾ എല്ലാ ഐഗൺ വാല്യൂസും നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ രീതിയിലായിരിക്കും നമ്മുടെ ഐഗൺ വാല്യൂസ് ഉള്ളത്. λ1 of a ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ1 of b ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ2 of a ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ2 of b എക്സെട്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു λn-1 of b ലെസ് ദാൻ ഓർ ഈക്വൽ ടു λn of a. അതായത് നമുക്ക് ഏത് ഓർഡറിലുള്ള സിമെട്രിക് മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ ലാസ്റ്റ് റോയിനെയും കോളത്തിനെയും ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും ബി. അപ്പം നമ്മുടെ എയുടെയും ബിയുടെയും ഐഗൺ വാല്യൂസിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. നമ്മൾ ജോമെട്രിക്കലായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ എലിപ്സോയിഡിനെ നമ്മൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. നമ്മൾ എലിപ്സോയിഡിന് ഒരു പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ. അപ്പം നമ്മുടെ n ഡയമെൻഷനിൽ ഉണ്ടായിരുന്ന എലിപ്സോയിഡ് n-1 ഡയമെൻഷനിലേക്ക് വന്നു. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ദ മേജർ ആക്സിസ് ഓഫ് ദിസ് ക്രോസ് സെക്ഷൻ cannot be longer than the major axis of the whole ellipsoid. നമ്മുടെ
ഹോൾ എലിപ്സോയിഡിൻ്റെ മേജർ ആക്സിസ് ആയിരിക്കും വലുത്. അപ്പോൾ നമ്മളുടെ പുതിയ എലിപ്സോയിഡിൻ്റെ മേജർ ആക്സിസ്, അതായത് n-1 ഡയമെൻഷനിലുള്ള ആ എലിപ്സോയിഡിൻ്റെ മേജർ ആക്സിസ് നമ്മുടെ n ഡയമെൻഷനിലുള്ള എലിപ്സോയിഡിൻ്റെ മേജർ ആക്സിസിനേക്കാളും ചെറുതായിരിക്കണം. അപ്പം നമുക്ക് കിട്ടും നമ്മളുടെ n-1 ഡയമെൻഷനിലുള്ള ആ എലിപ്സോയിഡിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് n ഡയമെൻഷനിലുള്ള എലിപ്സോയിഡിൻ്റെ ഐഗൺ വാല്യൂവിനേക്കാളും വലുതായിരിക്കണം, സ്മോളസ്റ്റ് ഐഗൺ വാല്യൂവിനേക്കാളും വലുതായിരിക്കണം. സ്മോളസ്റ്റ് ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് മേജർ ആക്സിസ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഐഗൺ വാല്യൂ ചെറുതാകുമ്പോഴത്തേക്കും ആക്സിസിൻ്റെ ലെങ്ത് വലുതായിരിക്കും. അപ്പോൾ λ1 ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു λ1 ഓഫ് എ എന്ന് നമുക്ക് കിട്ടും. ബട്ട് ദ മേജർ ആക്സിസ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ഈസ് അറ്റ്ലീസ്റ്റ് ആസ് ലോങ് ആസ് ദ സെക്കൻഡ് ആക്സിസ് ഓഫ് ദ ഒറിജിനൽ എലിപ്സോയിഡ്. നമ്മുടെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ എലിപ്സോയിഡിൻ്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ എലിപ്സോയിഡിൻ്റെ രണ്ടാമത്തെ ലെങ്ത് കൂടിയ രണ്ടാമത്തെ ആക്സിസിനേക്കാളും വലുതായിരിക്കണം. അതാണ് നമുക്ക് λ1 ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ2 ഓഫ് എ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സിമിലർലി ദ മൈനർ ആക്സിസ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ഈസ് സ്മോളർ ദാൻ ദ ഒറിജിനൽ സെക്കൻഡ് ആക്സിസ്. നമ്മുടെ ബിയുടെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത്, ബി എന്ന് പറയുമ്പോൾ നമ്മൾ n-1 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്ത പരാബ്ലോയിഡിൻ്റെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ പരാബ്ലോയിഡിൻ്റെ സെക്കൻഡ് ആക്സിസിനേക്കാളും ചെറുതായിരിക്കണം. ആൻഡ് ദ ലാർജർ ദാൻ ദ ഒറിജിനൽ മൈനർ ആക്സിസ്. പക്ഷേ നമ്മളുടെ ഒറിജിനൽ മൈനർ ആക്സിസിനേക്കാളും വലുതും ആയിരിക്കണം. അപ്പം നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് λ2 ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ2 ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ3 ഓഫ് എ എന്ന് നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ റിമാർക്സ് നോക്കുവാണ്. ദ മാക്സ്മിൻ പ്രിൻസിപ്പിൾ എക്സ്റ്റെൻഡ് ടു ജെ ഡയമെൻഷണൽ സബ്സ്പേസ് എക്സ് ജെ. നമ്മളിവിടെ നേരത്തെ മാക്സ്മിൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തത് നമ്മൾ വിക്കായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം നമുക്കതിനെ എസ് ജെയിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ λj+1 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മാക്സിമം ഓവർ ഓൾ എക്സ് ജെ, മിനിമം ഓവർ ഓൾ എക്സ് പെർപെൻഡിക്കുലർ ടു എക്സ് ജെ ആർ എക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് നമ്മളുടെ λj+1 കിട്ടും. നമ്മളുടെ λ2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ x1നോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എലമെൻസിൻ്റെ മിനിമം ആയിരുന്നു നമ്മൾ നോക്കിയത്. അപ്പം നമുക്കിവിടെ λj+1 കിട്ടാനായിട്ട് നമ്മൾ എസ് ജെയോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ എലമെൻറ്റിൻ്റെ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എലമെൻസിൻ്റെ മിനിമം ആണ് നോക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുന്നത്. ദർ ഈസ് ഓൾസോ എ മിൻമാക്സ് പ്രിൻസിപ്പിൾ ഫോർ λj-1. അപ്പോൾ നമ്മൾ λj+1 ആണെങ്കിൽ നമുക്ക് മാക്സിമിൻ പ്രിൻസിപ്പിളാണ്. അതേസമയം λn-j ആണെങ്കിൽ നമുക്ക് മിൻ മാക്സ് പ്രിൻസിപ്പിളാണ്. നമ്മളുടെ മിനിമവും മാക്സിമവും തമ്മിൽ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ λn-j കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഓവർ ഓൾ എസ് ജെയും മാക്സിമം ഓവർ ഓൾ എക്സ് പെർപെൻഡിക്കുലർ ടു എസ് ജെ ആർ എക്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് λn-1 കിട്ടും. റിമാർക്ക് 3 പറയുന്നത് ഫോർ ദ ജനറലൈസ്ഡ് പ്രോബ്ലം. നമ്മൾ ജനറലൈസ്ഡ് ഐഗൺ വാല്യൂ പ്രോബ്ലം കണ്ടതാണ്. Ax ഈക്വൽ ടു λmx എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ജനറലൈസ്ഡ് ഐഗൺ വാല്യൂ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മിനിമം പ്രിൻസിപ്പിൾ തന്നെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ എം പോസിറ്റീവ് ഡെഫിനേറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് റെയിൽ ഇക്വേഷ്യൻറ്റിൻ്റെ മിനിമം തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റെയിൽ ഇക്വേഷ്യൻറ്റിൻ്റെ അകത്തുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് x∗x മാറിയിട്ട് x∗mx ആകും എന്നുള്ളതാണ് നമ്മളുടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് ഐഗൺ വാല്യൂ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x∗ax ഡിവൈഡഡ് ബൈ x∗mx എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മിനിമം കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ λ1 ഓഫ് m−1 എയിലായിരിക്കും നമുക്ക് നമ്മുടെ മിനിമം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജനറലൈസ്ഡ് ഐഗൺ വാല്യൂ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമൈസേഷൻ ഫംഗ്ഷൻ ഈ രീതിയിലായിരിക്കും ഉള്ളത്. താങ്ക് യു.